സിറിങ്കോമൈലിയ. സിറിങ്കോമൈലിയ എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൽ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് ഫോം ചെയ്യുന്നു. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സിസ്റ്റ് ഫോം ചെയ്യുന്നതാണ്. ആ സിസ്റ്റിന് സിറിങ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ സിസ്റ്റ് അവിടെ അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉണ്ടാകാം, സ്പൈനൽ കോഡിന് ഡാമേജ് ഉണ്ടാകാം, കയ്യിലും കാലിലും ഒക്കെ മരവിപ്പ്, സ്റ്റിഫ്നെസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇതാണ് സിറിങ്കോമൈലിയ. ഈ പേഷ്യൻ്റ് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നെക്ക്, ഷോൾഡർ, കയ്യിൽ, കാലിലൊക്കെ വേദന എടുക്കാം, സ്റ്റിഫ്നെസ് വരാം, മരവിപ്പ് വരാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് റിഫ്ലക്സുകൾ കുറഞ്ഞു പോകും. ചില പേഷ്യൻസിന് വേദന അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ മരവിപ്പ് കാരണം ചിലപ്പോൾ വേദന അറിയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് നല്ല വേദനയായിരിക്കാം. അങ്ങനെയുള്ള പല സിംറ്റംസ് നെക്കിനും ഷോൾഡറിലും ഒക്കെ കാണിക്കും. മീൻസ് എക്സ്ട്രിമിറ്റീസിലെല്ലാം ഈ പ്രശ്നങ്ങൾ കാണിക്കും. ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് കിയാരി മാൽഫോർമേഷൻ. കിയാരി മാൽഫോർമേഷൻ ബ്രെയിനിൻ്റെ ടിഷ്യൂസ് സ്പൈനൽ കോഡിലേക്ക് താഴോട്ട് തള്ളും. അങ്ങനെ തള്ളി വന്നു കഴിഞ്ഞാൽ CSF ബ്ലോക്ക് ആയി പോകും. അതിനാണ് കിയാരി മാൽഫോർമേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ കോസ്. അടുത്ത കോസസ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ട്യൂമർ, സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി, അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്. ബ്രെയിൻ്റെ കവറിങ്ങിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് മെനിഞ്ചൈറ്റിസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ്. ട്രീറ്റ്മെൻറ്റ്: ഇവിടെ പേഷ്യൻ്റ് വലിയ സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ജസ്റ്റ് CT പോലുള്ള അല്ലെങ്കിൽ MRI ഒക്കെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി. എന്നാൽ പേഷ്യൻ്റ് സിംറ്റംസ് വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ്, സർജറിയിലേക്ക് പോകേണ്ടി വരും.